വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിയ ഇരട്ടക്കൊലക്കേസിൽ CPMന് കനത്ത തിരിച്ചടി. 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 4 പേർക്ക് 5 വർഷം തടവ്. വിധിയിൽ തൃപ്തരല്ലെന്ന് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബം. നിയമപരമായി മുന്നോട്ടെന്ന് കോൺഗ്രസ്. NSSനെ കടന്നാക്രമിച്ചു CPM. മന്നം ആചാരങ്ങളെ എതിർത്തയാളെന്ന് MV ഗോവിന്ദൻ. സുകുമാരൻ നായർ പറയുന്നത് ആചാരങ്ങൾ മാറ്റരുതെന്ന്. ചാതുർവർണ്ണ്യത്തിൻ്റെ പതിപ്പാണ് സനാതനധർമ്മമെന്നും ഗോവിന്ദൻ. നായാടി മുതൽ നസ്രാണി വരെ ഒരുമിക്കണമെന്ന് വെള്ളാപ്പള്ളി. കുട്ടികളിലെ ലഹരി ഉപയോഗത്തെ ന്യായീകരിച്ച് സാംസ്കാരിക മന്ത്രി. പ്രതിഭയുടെ മകൻ കഞ്ചാവ് കേസിൽ പ്രതിയായതിൽ തെറ്റെന്ത്? കുട്ടികളാകുമ്പോൾ കൂട്ടം കൂടി പുകവലിക്കും. നമ്മളെല്ലാം വലിക്കുന്നവരല്ലേ എന്നും പ്രതിഭ MLAയെ വേദിയിലിരുത്തി സജി ചെറിയാൻ. മുഖ്യമന്ത്രിക്കെതിരെ സ്വാമി ചിദാനന്ദപുരി. ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിക്കുന്നതിൽ അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു. ഹൈന്ദവ ആചാര വിഷയങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല. മാറ്റം നടപ്പാക്കാൻ ആചാര്യന്മാർക്കറിയാമെന്നും സ്വാമി ജനം TVയോട്. വീർ സവർക്കറെ വീണ്ടും അപമാനിച്ച് കോൺഗ്രസ്. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ പുതിയ കോളേജിന് സവർക്കറുടെ പേര് നൽകിയതിനെതിരെ NSU. മൻമോഹൻ സിംഗിന്റെ പേര് നൽകണമെന്ന ആവശ്യം. കോളേജിന് തറക്കല്ലിടാൻ പ്രധാനമന്ത്രി. ബംഗ്ലാദേശിൽ ഭീകരവാഴ്ച തുടരുന്നു. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ രാഷ്ട്രപിതാവല്ലെന്ന് ഭരണകൂടം. പരാമർശം സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും നീക്കി. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് സിയാവൂർ റഹ്മാൻ എന്ന് തിരുത്ത്. തലസ്ഥാനം കലോത്സവ ആരവങ്ങളിലേക്ക്. സ്കൂൾ കലോത്സവത്തിന് നാളെ തിരിതെളിയും. സ്വർണ്ണക്കപ്പിന് സ്വീകരണം. ഊട്ടുപുര ഉണർന്നു. സിഡ്നി ടെസ്റ്റിലും തകർന്നടിഞ്ഞ് ഇന്ത്യ. 185 ഓൾ ഔട്ട്. 40 റൺസ് എടുത്ത ഋഷഭ് പന്ത് ടോപ്പ് സ്കോറർ. സ്കോട്ട് ബോളണ്ടിന് 4 വിക്കറ്റ്. മറുപടിയിൽ ഓസീസ് 1 വിക്കറ്റിന് 9 റൺസ്. വാർത്തകളിലേക്ക് വിശദമായി. പെരിയ ഇരട്ടക്കൊലക്കേസിൽ CPMന് കനത്ത തിരിച്ചടി. 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10, 15 പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ള 4 CPM പ്രവർത്തകർക്ക് 5 വർഷം തടവ് ശിക്ഷ വിധിച്ചു. വിധിയിൽ തൃപ്തരല്ലെന്ന് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബം പ്രതികരിച്ചു. വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നതെന്ന് കൃപേഷിന്റെ പിതാവ് പറഞ്ഞു. നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത 8 പ്രതികൾക്കെങ്കിലും വധശിക്ഷ ലഭിക്കണമായിരുന്നുവെന്ന് കൃപേഷിന്റെ സഹോദരി പ്രതികരിച്ചു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരുന്നു. ജിജീഷ്, എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ? കൃഷ്ണരാജ്, ഈ കേസിൽ കൊലക്കുറ്റം തെളിഞ്ഞ 1 മുതൽ 10 വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10, 15 പ്രതികൾക്കുമാണ് കോടതി ഇരട്ട ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ കേസിൽ പ്രതികളായ മുൻ MLA KV കുഞ്ഞിരാമനടക്കം 4 CPM നേതാക്കൾക്ക് 5 വർഷം കഠിന തടവും ഒപ്പം തന്നെ 10,000 രൂപ പിഴശിക്ഷയുമാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. അതായത് 14 പ്രതികളിൽ 10 പേർക്ക് ഇരട്ട ജീവപര്യന്തം, 4 പേർക്ക് 5 വർഷം തടവ്,
10,000 രൂപ വീതം പിഴ ശിക്ഷ അത് കുടുംബാംഗങ്ങൾക്ക് നൽകണം എന്ന ഒരു ഉത്തരവ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ 14, 20, 21, 22 പ്രതികൾക്കാണ് 5 വർഷം തടവും 10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതിൽ KV കുഞ്ഞിരാമൻ മുൻ MLA CPM-ന്റെ കാസർഗോഡ് ജില്ലാ നേതാവ്, ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുൻ MLA കൂടിയായ KV കുഞ്ഞിരാമന് അടക്കമാണ് ഈ ശിക്ഷ. 14, 20, 21, 22 പ്രതികൾക്കാണ് 5 വർഷം തടവ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ബന്ധുക്കൾ ഇക്കാര്യത്തിൽ പറയുന്നത് നേരിട്ട് പങ്കെടുത്ത ആളുകൾക്കടക്കം പരമാവധി വധശിക്ഷ തന്നെയായിരുന്നു ലഭിക്കേണ്ടിയിരുന്നത്. കാരണം ഇവരുടെ മരണമൊഴിയിലടക്കം പറഞ്ഞിരിക്കുന്ന പേരുകാർ പോലും ഈ 1 മുതൽ 8 വരെയുള്ള പ്രതിപ്പട്ടികയിലുണ്ട്. അവർക്കൊന്നും തന്നെ വധശിക്ഷ ലഭിക്കാത്തത് അത് ഒരു നീതി നിഷേധമായി തോന്നുന്നു. അത് പൂർണ്ണ തൃപ്തരല്ല തങ്ങൾ എന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണവും അതുതന്നെയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഹൈബി ഈഡൻ MP ആണെങ്കിലും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണെങ്കിലും എല്ലാം തന്നെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് വധശിക്ഷയ്ക്ക് തന്നെയായിരുന്നു തങ്ങൾ കാത്തിരുന്നത്. പരമാവധി വധശിക്ഷ നൽകാമെന്ന വകുപ്പുകളും ഉണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് അത് ലഭിച്ചില്ല എന്ന ഒരു ചോദ്യം അവർ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. 24 പ്രതികളിൽ 10 പേരെ വെറുതെ വിട്ടതിനെതിരെ ഉള്ള അപ്പീൽ, ആ അപ്പീലിനൊപ്പം തന്നെ വധശിക്ഷ ലഭിക്കാത്തതിനെതിരായ നിയമ പോരാട്ടങ്ങൾ കൂടി തങ്ങൾ തുടരുമെന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും എല്ലാം തന്നെ കുടുംബവും അവരുടെ സഹോദരിമാരും മാതാപിതാക്കളും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചതും അതുതന്നെയാണ്. വധശിക്ഷയാണ് അവർക്ക് ലഭിക്കേണ്ടത്. പീതാംബരനടക്കം നേരിട്ട് CPM-ന്റെ പല ഘടകങ്ങളിലുള്ള നേതാക്കൾ, പ്രാദേശിക തലം മുതൽ ജില്ലാ തലത്തിലുള്ള നേതാക്കൾ വരെ ഈ ഒരു കൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ട്. അങ്ങനെ പാർട്ടി ആലോചിച്ച് അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ പ്രാദേശിക തലത്തിൽ ഗൂഢാലോചന നടത്തിയിരിക്കുന്ന ഒരു കൊലപാതകം ഇനി ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പരമാവധി വധശിക്ഷ തന്നെ നൽകുക എന്നത് തന്നെയായിരുന്നു ഒരു പോംവഴി ഉണ്ടായിരുന്നത്. ഇരട്ട ജീവപര്യന്തം ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി അവർ നിലവിൽ 6 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. അതിനുശേഷമുള്ള തടവുകാലം കൂടിയായിരിക്കും ഇനി പ്രതികൾ അനുഭവിക്കേണ്ടി വരിക എന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ സൂചിപ്പിച്ചത് അതുതന്നെയാണ്. ഒരുപക്ഷെ ജീവിതാവസാനം വരെ ജയിലിൽ നരകിക്കുക എന്ന ഒരു ശിക്ഷ പ്രതികൾക്ക് ലഭിച്ചു എങ്കിൽ കൂടി 2 പേരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ 2 ചെറുപ്പക്കാരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും ആസൂത്രിതമായി കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പല തവണകളിലായി പല ഘട്ടങ്ങളിലായി ബസ് സ്റ്റോപ്പിലടക്കം ആസൂത്രണങ്ങൾ നടത്തുന്നു. അതിനുശേഷം അവർ വരുന്ന വഴിയിൽ ഗൂഢാലോചന നടക്കുന്നു, പെട്ടെന്ന് ചാടി വീഴുന്നു, അവരെ ആക്രമിക്കുന്നു. ഒറ്റ വെട്ടിന് തന്നെ കൃപേഷ് മൃതപ്രായനായി മാറുന്നു. അത്ര ഗുരുതരമായ പരിക്ക് നെറ്റിയിലും ശരീരത്തിലും ഏൽപ്പിക്കുന്നു. അങ്ങനെ ഓടി രക്ഷപ്പെടുന്നതിനിടയിലാണ് കൃപേഷ് അവിടെ മറിഞ്ഞു വീഴുന്നത്. ശരത് ലാലാകട്ടെ നിരവധി വെട്ടുകളേറ്റ് കൊല്ലപ്പെട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ അതിക്രൂരമായ നടത്തിയ കൊലപാതകമാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിരവധി നടന്നിട്ടുണ്ട്. പ്രോസിക്യൂഷനുമായി എൻ്റെ പ്രതികരണവും ഇക്കാര്യത്തിൽ വന്നിരുന്നു. പ്രോസിക്യൂഷൻ സൂചിപ്പിച്ചത് അപൂർവങ്ങളിൽ അപൂർവമല്ല കേസ് എന്ന കാര്യമാണ് കോടതി പരിഗണിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ വധശിക്ഷ ലഭിക്കാത്തത് എന്നത് തന്നെയാണ്. എന്നാൽ ഇരട്ട ജീവപര്യന്തം എന്നത് തൃപ്തികരമായ ഒരു വിധിയാണ്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ വാദങ്ങൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രോസിക്യൂഷൻ അഭിഭാഷകനടക്കം ബോബി ജോസഫ് അടക്കം ഇക്കാര്യത്തിൽ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നത്. കാരണം CBI മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട തെളിവുകളുണ്ട്, ശാസ്ത്രീയ തെളിവുകളുണ്ട്, CBI മുന്നോട്ട് വെച്ച മൊഴികളുണ്ട്. അതെല്ലാം തന്നെ ഈ കേസിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും എല്ലാം കേസ് അന്വേഷിച്ച ഘട്ടത്തിൽ ഈ പ്രതികൾ ആക്രമിച്ചുണ്ടായ മുറിവുകൾ തന്നെയാണ് കൊല്ലപ്പെട്ട ആളുകളുടെ ശരീരത്തിൽ എന്ന് തെളിയിക്കാൻ ആവശ്യമായ ശാസ്ത്രീയ തെളിവുകൾ ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ കണ്ടെത്തിയിരുന്നില്ല. അങ്ങനെ പ്രതികൾക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ എല്ലാ പഴുതുകളും ഇട്ടുകൊണ്ടുള്ളതായിരുന്നു അവിടെ അന്വേഷണം നടത്തിയിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ കൃത്യമായ ഈ അന്വേഷണത്തിൽ CBI നടത്തിയ അന്വേഷണത്തിൽ പ്രതികളുടെ പങ്കാളിത്തം സൂചിപ്പിക്കുന്ന അവർക്ക് കൃത്യത്തിൽ നേരിട്ട് കൊലപാതകത്തിൽ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ നേരിട്ടുള്ള പങ്കാളിത്തം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു, അതിൻ്റെ തെളിവുകൾ ലഭിച്ചു, മൊഴികൾ അന്വേഷണ സംഘം ശേഖരിച്ചു. അങ്ങനെ സമഗ്രമായ ഒരു അന്വേഷണം തന്നെയായിരുന്നു പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് CBIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് 24 പേരിൽ 14 പേർക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല KV കുഞ്ഞിരാമന് പരമാവധി ശിക്ഷ ലഭിച്ചിരിക്കുന്നു. KV കുഞ്ഞിരാമൻ പ്രതികളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി ആ പോലീസ് സ്റ്റേഷനിൽ
കേസിൽ നിന്ന് എന്നതാണ് കെ വി കുഞ്ഞിരാമൻ മുൻ MLA-ക്കെതിരെ കണ്ടെത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. ആ കുറ്റങ്ങൾ ഇവിടെ തെളിഞ്ഞിരിക്കുന്നു. 5 വർഷം തടവാണ് കെ വി കുഞ്ഞിരാമന് വിധിച്ചിരിക്കുന്നത്. അങ്ങനെ ഗൂഢാലോചനയിൽ പങ്കാളികളായ പ്രതികൾക്കാണെങ്കിലും പ്രതികളെ സ്റ്റേഷനിൽ നിന്ന് പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ച്, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച്, പാർട്ടിയുടെ മുഷ്കും അവരുടെ ഒരു സ്വാധീനവും എല്ലാം തന്നെ ഉപയോഗിച്ച് ഭയപ്പെടുത്തിക്കൊണ്ട്, നിയമപാലകരെ പോലും ഭയപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് പ്രതികളെ കടത്തിക്കൊണ്ട് പോയ ആളുകൾക്കും 5 വർഷം വീതം തടവ് ശിക്ഷ ലഭിച്ചിരിക്കുന്നു. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ബന്ധുക്കളെ സംബന്ധിച്ചാണെങ്കിലും ഒപ്പം തന്നെ മാതാപിതാക്കളെയും കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എല്ലാം തന്നെ അവർക്ക് പൂർണ്ണ തൃപ്തരല്ല എന്ന് പറയുന്നത് കൃത്യം അതിക്രൂരമായി നടത്തിയ കൊലപാതകമാണ്. സാധാരണ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 2 പേരെ ഒരേ സ്ഥലത്ത് വെച്ച് കൊലപ്പെടുത്തുന്നു. അതിനുവേണ്ടി നിരവധി തവണ ഗൂഢാലോചന കേന്ദ്രങ്ങൾ പല തവണ മാറിയിട്ടുണ്ട്, പല സ്ഥലങ്ങളായി മാറിയിട്ടുണ്ട്, ആലോചനകൾ നടക്കുന്നു. അങ്ങനെ കൊലപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രം നിരവധി തവണ ആസൂത്രണങ്ങൾ നടത്തി പാർട്ടി തലത്തിൽ തന്നെ. കാരണം വീണ്ടും ഇത്തരത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ CPM-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരു പുത്തരിയായ സംഭവമല്ല. CPM-ന്റെ രാഷ്ട്രീയ കൊലക്കത്തിക്ക് ഇരയായവരിൽ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, BJP-യുടെയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെയും എല്ലാം തന്നെ നിരവധി പ്രവർത്തകർ CPM-ന്റെ രാഷ്ട്രീയ കൊലക്കത്തിക്ക് ഇരയായിട്ടുണ്ട്, അക്രമ രാഷ്ട്രീയത്തിന് ഇരയായിട്ടുണ്ട്. അതേ സാഹചര്യത്തിൽ ഇനി ഇത്തരം കൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ കൊലപാതകങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, നേരിട്ട് പങ്കെടുത്ത 10 പേർക്ക് അല്ലെങ്കിൽ കൊലക്കുറ്റം ചുമത്തപ്പെട്ട 10 പേർക്ക് മാത്രമല്ല, അവിടെ പ്രതികളെ രക്ഷിച്ചുകൊണ്ടുപോയ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ള അത്തരത്തിലുള്ള ആളുകൾക്ക് കൂടി പരമാവധി ശിക്ഷ ലഭിക്കുന്നതോടുകൂടി ഇത്തരം കൃത്യങ്ങളിൽ നിന്ന് പങ്കാളികളാകുന്ന ആളുകൾ പിന്മാറും, അല്ലെങ്കിൽ ഭയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ കുറയ്ക്കുന്നതിന് കാരണമാകും എന്നെല്ലാം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ കോൺഗ്രസ് നേതാക്കളാണെങ്കിലും ഒപ്പം തന്നെ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും എല്ലാം ബന്ധുക്കളാണെങ്കിലും എല്ലാം തന്നെ പ്രതികരിച്ചത് ആ ഒരേ ഒരു കാര്യമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നീതിയുടെ പൊൻവെളിച്ചത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു. അത് പൂർണ്ണമായും തെളിഞ്ഞു നിന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അത് തെളിഞ്ഞു നിൽക്കണമെങ്കിൽ തങ്ങൾക്ക് മുന്നിൽ വധശിക്ഷ കാരണം വധശിക്ഷ നൽകാവുന്ന വകുപ്പുകളായിരുന്നു ചുമത്തപ്പെട്ടത് എന്നത്. അതുകൊണ്ട് തന്നെ കൊലക്കുറ്റം തെളിഞ്ഞ സാഹചര്യത്തിൽ വധശിക്ഷ, ഇനിയൊരു കൃത്യം ഇതുപോലെ ആവർത്തിക്കാതിരിക്കാൻ വേണമെങ്കിൽ വധശിക്ഷ ലഭിക്കാമായിരുന്നു. അത് തന്നെ ആയിരിക്കും അപ്പീലിൽ വാദിക്കുക പ്രധാനമായും. അതായത് ഉറപ്പായും നിയമ നടപടി തുടരും, നിയമപരമായി മുന്നോട്ട് കുടുംബവും കോൺഗ്രസും, അല്ലേ? തീർച്ചയായും ആ ഒരു നിലപാട് തന്നെയാണ് ഇവിടെ കൃഷ്ണരാജ് എല്ലാവരും തന്നെ എടുത്തിരിക്കുന്നത്. കാരണം ഈ ഒരു പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. അല്ലെങ്കിൽ CBI കോടതി, കൊച്ചി എറണാകുളം CBI കോടതി വിധി പ്രസ്താവിച്ചതോടുകൂടി അത് അന്തിമമായ ഒരു വിധിയല്ല. അവിടെ ഇനിയും, അതായത് കോടതിയുടെ മുന്നിലെത്തിയ നിരവധി കാര്യങ്ങളായിരിക്കാം പരിഗണിക്കപ്പെട്ടുള്ളത്. അവിടെ എത്തിയ തെളിവുകളാണ് കോടതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി മാറുക. അവിടെ നടക്കുന്ന വാദങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു വിധിന്യായത്തിലേക്ക്, സ്വാഭാവികമായും വിധിപ്പകർപ്പിലേക്കും എല്ലാം തന്നെ എത്തിക്കുക. എന്നാൽ അതിനും അപ്പുറം ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതായിരുന്നു എന്ന കാര്യമാണ് മറ്റുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായും അത് മേൽക്കോടതികളിൽ, അപ്പീലുകളിൽ തങ്ങളുടെ വാദങ്ങളായി ഉയർത്തിക്കൊണ്ടുവരും. മരണമൊഴിയിൽ ഇവർ പറയുന്നുണ്ട്, കൊല്ലപ്പെട്ട ആളുകൾ അവർ മരണപ്പെടുന്നതിന് മുമ്പ് അത്യാസന്ന നിലയിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് രക്തം വാർന്ന് കിടക്കുന്ന സമയത്ത് നൽകിയ ചില മൊഴികളുണ്ട്. ആ മൊഴികളിൽ തന്നെ പറയുന്നുണ്ട് ആരാണ് തങ്ങളെ ആക്രമിച്ചത്, ആരാണ് ഏറ്റവും കൂടുതൽ ആക്രമിച്ചത്, ആരാണ് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ പല ഘട്ടങ്ങളിലായി അവരവരുടെ മൊഴികളിൽ നിരന്തരം തന്നെ പറഞ്ഞിരുന്നു. ആ മൊഴികളിൽ പറഞ്ഞിരിക്കുന്ന ആളുകൾ ഈ പ്രതിപട്ടികയിലേക്ക് എത്തിയിട്ടുണ്ട്. 1 മുതൽ 8 വരെയുള്ള പ്രതികളിൽ ഇത്തരത്തിൽ കൊലക്കുറ്റം തെളിഞ്ഞിരിക്കുന്ന ആളുകളിൽ മരണമൊഴിയിൽ പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പോലും വധശിക്ഷ ലഭിച്ചിട്ടില്ല, ഇരട്ട ജീവപര്യന്തത്തിൽ ഒതുങ്ങിപ്പോയി എന്ന കാര്യം തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടത്തിൽ അന്തിമ വിധി തങ്ങൾക്ക് അനുകൂലമാകും. ആ അനുകൂലമായ അന്തിമ വിധി നേടിയെടുക്കുന്നത് വരെ നിയമ പോരാട്ടങ്ങളുടെ വഴിയെ തുടരുമെന്ന കാര്യം പറയുന്നു. സ്വാഭാവികമായും അവർ ഒട്ടും തൃപ്തരല്ല. ബന്ധുക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവരെല്ലാവരും തന്നെ ഈ ഒരു വിധിന്യായത്തോട് പ്രതികരിച്ചത്. കാരണം അവർ പ്രതീക്ഷിച്ചത് തങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾ ജീവൻ നഷ്ടപ്പെടുന്നതിന് ഇടയാക്കിയ ആളുകളെ അവർക്ക് പരമാവധി വധശിക്ഷ തന്നെ നൽകിക്കൊണ്ട് ഒരു മാതൃകാപരമായ വിധിന്യായം ആകും എന്ന കാര്യം, അത്തരത്തിലെല്ലാമുള്ള ഒരു പ്രതീക്ഷകൾ അവരെ സംബന്ധിച്ചിടത്തോളം. തുടക്കത്തിലെ CPM പ്രതിരോധത്തിലാണ്, തിരിച്ചടിയാകുന്നു, അത് കനത്ത തിരിച്ചടിയാകുന്നു. അതായത് ഞങ്ങളല്ല കൊന്നത്, ഞങ്ങളല്ല പിന്നിൽ എന്ന് പറഞ്ഞു തുടങ്ങിയ 6 വർഷങ്ങൾ അതിനുശേഷം നിങ്ങളാണ് എന്ന് തെളിയുന്നു, ശിക്ഷ വിധിക്കുന്നു. ഞങ്ങളല്ല എന്ന് പറഞ്ഞു തുടങ്ങിയത് മുതൽ
പ്രതികൾക്ക് കുടുംബമുണ്ട്, പ്രായമായ അമ്മയുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതുവരെ CPM പ്രതിരോധത്തിലായിരുന്നു. ഇപ്പോഴതിൻ്റെ ആഴം കൂടുന്നുവോ? കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ പറഞ്ഞതുപോലെ തുടക്കം മുതൽ തന്നെ CPM ഈ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിലല്ല നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ CPM അതിൻ്റെ പ്രതിരോധത്തിലാകുന്നു. ആ പ്രതിരോധത്തിലാകുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് മറികടക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന നിരവധി കേസുകളിൽ പോലും CPM പ്രതിസ്ഥാനത്തുള്ള CPM നേതാക്കൾ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടുകളെടുത്ത നിരവധി കേസുകളുണ്ട്. അതിൽ അരിയിൽ ഷുക്കൂർ വധക്കേസുണ്ട്. നമ്മളീ നിൽക്കുന്ന കോടതിയിൽ തന്നെയാണ്, CBI കോടതിയിൽ തന്നെയാണ് അവിടെയും ഈ കേസ് പരിഗണനയ്ക്ക് വരുന്നത്. യൂത്ത് ലീഗിന്റെ MSFന്റെ നേതാവായ അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ കേസിൽ ജയരാജൻ അടക്കം P ജയരാജൻ അടക്കം TV രാജേഷ് അടക്കമുള്ള നേതാക്കൾ പ്രതിപട്ടികയിലുള്ളതാണ്. മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഫസൽ വധക്കേസാണ്, തലശ്ശേരി ഫസൽ വധക്കേസ്. അവിടെയെല്ലാം CPM പ്രതിരോധത്തിലാണ്. അതിലെല്ലാം വിചാരണ നടപടികളിലേക്ക് കടക്കുന്നു. ആ വിചാരണ നടപടികളുടെ ഭാഗമായി ഇന്ന് കൊടിസുരി ഈ കോടതിയിൽ ഹാജരായിരുന്നു, വാറന്റായി കോടതിയിൽ ഹാജരായിരുന്നു. ജയിലിൽ കിടക്കുന്ന റിമാൻഡിൽ തുടരുന്നതിനിടയിൽ പരോൾ ലഭിച്ച് പുറത്തിറങ്ങിയതായിരുന്നു കൊടിസുനി. അങ്ങനെ നിരവധി കേസുകളിൽ CBI അന്വേഷിച്ച നിരവധി കേസുകളിൽ CPM പ്രതിസ്ഥാനത്തുള്ളതാണ്. അവർ കൂടുതൽ പ്രതിരോധത്തിലേക്ക് മാറുന്നു. സ്വാഭാവികമായും ബന്ധുക്കൾ പ്രതീക്ഷിച്ച വധശിക്ഷ ലഭിച്ചില്ല എങ്കിൽ കൂടി ഇരട്ട ജീവപര്യന്തം ലഭിക്കുമ്പോൾ പാർട്ടി സംരക്ഷിച്ചിരുന്ന ആളുകൾ അല്ലെങ്കിൽ പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയുന്നിടത്താണ് പ്രാദേശിക തലം മുതൽ ജില്ലാ തലം വരെയുള്ള നേതാക്കൾ പല ഘട്ടങ്ങളിലായി ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു, ഭാഗവാക്കായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നതും അവർ ശിക്ഷിക്കപ്പെടുന്ന തലത്തിലേക്ക്, ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കുന്ന തലത്തിലേക്ക് പോവുകയും എല്ലാം ചെയ്യുന്നത്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളായിരുന്നു പീതാംബരൻ അടക്കമുള്ള ആളുകൾ. എല്ലാ ഘട്ടങ്ങളിലും അവർ ഈ കൊലപാതകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പങ്കാളികളായിട്ടുള്ള ആളുകളാണ്. ആ ഘട്ടത്തിൽ പോലും പാർട്ടിക്ക് യാതൊരു പങ്കാളിത്തവുമില്ല, CPMന് ഇക്കാര്യത്തിൽ യാതൊരു പങ്കാളിത്തവുമില്ല എന്ന എല്ലാം ആവർത്തിച്ചിരുന്ന നേതാക്കൾ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ അങ്ങനെ പ്രതിരോധത്തിന്റെ ഒരു നിലയിലേക്ക് മാറേണ്ടി വന്നിരിക്കുന്നു. അവിടെ തള്ളിപ്പറയാൻ ഇത്തരത്തിൽ കൊലപാതകത്തിൽ ഉൾപ്പെട്ട ആളുകളെ തള്ളിപ്പറയാൻ നേതാക്കൾ ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല. പകരം അവരെ സംരക്ഷിച്ചുകൊണ്ട് പാർട്ടിക്ക് അതിൽ പങ്കില്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ കാരണങ്ങൾ എന്നെല്ലാം ഉയർത്തി മുന്നോട്ട് പോവുകയായിരുന്നു പ്രധാനമായും ചെയ്തത്. മാത്രമല്ല ഈ കോടതിയിൽ അടക്കം നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചില സ്ഥിരം ഡയലോഗുകളായിരുന്നു അവർ ഉന്നയിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ എന്താണ് പ്രതികൾ പറയാനുള്ളത് എന്ന് കോടതി ചോദിച്ചപ്പോൾ പ്രായമായ അമ്മയുണ്ട്, കുടുംബമുണ്ട് തുടങ്ങിയ ഏറ്റവും സാധാരണ വാദഗതികൾ അല്ലെങ്കിൽ മറ്റു പ്രതികളെല്ലാം തന്നെ സാധാരണഗതിയിൽ അവസാന വാക്ക് എന്ന നിലയിൽ ഉയർത്താറുള്ള ആ രണ്ട് വരികൾ പറഞ്ഞുകൊണ്ട് അവിടെ തങ്ങളുടെ വാദങ്ങൾ അവർ അവസാനിപ്പിച്ചു. എന്നാൽ പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസല്ല, അവിടെ വധശിക്ഷ ലഭിക്കേണ്ട സാഹചര്യങ്ങളില്ല, ശിക്ഷയിൽ ഇളവ് നൽകണം, സമാനമായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ മറ്റു നടന്നിട്ടുണ്ട്, ആ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അപൂർവങ്ങൾ അല്ല എന്നെല്ലാം വാദിച്ചുകൊണ്ട് ഈ കേസിലെ പ്രതികളുടെ ശിക്ഷ കുറയ്ക്കാനുള്ള നീക്കങ്ങൾ തന്നെയായിരുന്നു പ്രതിഭാഗം അവിടെ നടത്തിയിരുന്നത്. എന്നാൽ ഈ പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം, 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10-15 പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ള 4 CPM പ്രവർത്തകർക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയും വിധിച്ചു. വിധിയിൽ തൃപ്തരല്ലെന്ന് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബം പ്രതികരിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ്. കൃപേഷിൻ്റെ അച്ഛൻ്റെയും സഹോദരിയുടെയും പ്രതികരണം കേൾക്കാം. ഇരട്ട ജീവേന്ദ്രം കിട്ടിയെങ്കിൽ പിന്നെയും നമുക്കൊരു ഗുണമുണ്ടായിരുന്നു. ഇത് ജീവേന്ദ്രം വെച്ചാൽ ഈ പ്രതികളൊക്കെ കിട്ടുകയും ചെയ്തതാണ്. ഇവരൊക്കെ വധശിക്ഷ കൊടുക്കാമെന്നാണ് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അവർത്തിച്ചുണ്ടായത്. അത് കിട്ടിയില്ല. ഈ ജീവേന്ദ്രം വെച്ചാൽ ചെറിയ ശിക്ഷയായിപ്പോയി. ഇരട്ട ജീവേന്ദ്രം അത് വെച്ചാൽ കുറച്ച് കൂടിയതാണ്. ഞങ്ങൾ തൃപ്തരല്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏട്ടന്മാർ നഷ്ടപ്പെട്ടു. അപ്പോൾ 8 വരെ ഉള്ള പ്രതികൾക്കെങ്കിലും വധശിക്ഷ ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ഇരട്ട ജീവപര്യന്തം ഞങ്ങളുടെ നഷ്ടം അവിടെ നഷ്ടം മാത്രമായിരിക്കുകയാണ് ഇപ്പോഴും. അണ്ണാ സർവകലാശാലയിലെ ബലാത്സംഗ കേസിൽ സ്റ്റാലിൻ മന്ത്രിസഭയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മധുരയിൽ പ്രതിഷേധ ധർണ നടത്തിയ ഖുഷ്ബു ഉൾപ്പെടെയുള്ള BJP മഹിളാ മോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. Hey!
വിവരങ്ങളുമായി ഐസൻ ജോസഫൻ ചേരുന്നു. ഐസൻ, സ്റ്റാലിൻ പ്രതിരോധത്തിലോ? തീർച്ചയായും കൃഷ്ണനായ സ്റ്റാലിൻ പ്രതിരോധത്തിലാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാവുന്നതാണ്, സർവകലാശാലയിൽ ഒരു പെൺകുട്ടി സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ക്യാമ്പസിനകത്ത് പെൺകുട്ടി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ BJPയുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്നു വരികയും ചെയ്തു. ഇതിന്റെ ഭാഗമായാണ് മധുര മുതൽ ചെന്നൈ വരെ പ്രചരണം നടത്താനുള്ള ഒരു നീക്കവുമായി മഹിളാ മോർച്ച രംഗത്തെത്തിയത്. ഇവർക്ക് നേതൃത്വം നൽകുന്നതിന് ദേശീയ ഉപാധ്യക്ഷ കൂടിയായ ഖുഷ്ബുവും രംഗത്തെത്തുകയായിരുന്നു, റാലിയിലെത്തുകയായിരുന്നു. റാലി ആരംഭിച്ച അല്പസമയത്തിനകം പോലീസ് ഈ റാലി തടയുകയും റാലിയിൽ വന്ന് പങ്കെടുത്തവരെ, ഖുഷ്ബു ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഉണ്ടായത്. നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു പ്രതിഷേധമാണ് അവിടെ ഉയർന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഇത്തരത്തിലുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ അണ്ണാമലയുടെ ഭാഗത്തു നിന്ന്, BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അദ്ദേഹം വ്രതമെടുത്ത് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ പ്രതിഷേധ നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന കൃത്യമായൊരു നിലപാട് അറിയിക്കുകയും ചെയ്തു. ജനകീയ വികാരം അതിശക്തമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല, ഈ പ്രഭാഷണത്തിനിടെ അദ്ദേഹം ചില കാര്യങ്ങൾ, അതായത് ഈ അടുത്ത ദിവസങ്ങളിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഈ സ്റ്റാലിന്റെ കാലയളവിൽ ശൈശവ വിവാഹങ്ങളും അതുപോലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും വൻകുലി വർദ്ധിക്കുന്നതെന്നാണ്. അതിനെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പോലും ഉദ്ധരിച്ചുകൊണ്ടാണ് നിലപാടുകൾ അറിയിച്ചത്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം, ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം 30% സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ശൈശവവിവാഹങ്ങൾ പോലും 10% വർധനവുണ്ടായി എന്നും അറിയിക്കുന്നുണ്ട്. തീർച്ചയായും തമിഴ്നാടിന്റെ ഒരു സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആ ഒരു സാംസ്കാരിക വിഷയത്തെ പോലും അവഗണിക്കുന്ന ഒരു നിലപാടിലേക്ക് DMK സർക്കാരും അതുപോലെ സ്റ്റാലിനും നീങ്ങുന്നു എന്നതിന്റെ ഒരു കൃത്യമായ സൂചനയാണിതെന്നും ശക്തമായ പ്രതിഷേധം നടക്കുമെന്നും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഖുഷ്ബുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിയമ നടപടികൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പോലീസും അറിയിക്കുന്നത്. കൃഷ്ണരാജ്. അണ്ണാ സർവകലാശാലയിലെ ബലാത്സംഗ കേസിൽ സ്റ്റാലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മധുരയിൽ പ്രതിഷേധ ധർണ നടത്തിയ ഖുഷ്ബു അടക്കമുള്ള BJP മഹിളാ മോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്. G. സുകുമാരൻ നായർക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആചാരങ്ങൾ മാറ്റാൻ പറ്റില്ലെന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. ആചാരങ്ങൾ മാറ്റിയില്ലെങ്കിൽ മന്നത്ത് പത്മനാഭൻ ഉണ്ടാകില്ല. ചാതുർവർണ്ണയത്തിന്റെ പതിപ്പാണ് സനാതനധർമ്മമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വിവരങ്ങളുമായി കിരൺകുമാർ ഒപ്പം ചേരുന്നു. കിരൺകുമാർ, G. സുകുമാരൻ നായരെ ഉന്നം വെച്ച് MV ഗോവിന്ദന്റെ വാക്കുകൾ, വിവരങ്ങൾ. കൃഷ്ണരാജ്, ഇന്ന് കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ചാണ് G. സുകുമാരൻ നായരെ ഉന്നം വെച്ചുകൊണ്ടുള്ള MV ഗോവിന്ദന്റെ പരാമർശങ്ങൾ ഉണ്ടായത്. ആചാരങ്ങൾ മാറ്റാൻ കഴിയില്ല എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. എന്നാൽ ആചാരങ്ങൾ മാറ്റിയ ആളാണ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ ആചാരങ്ങൾ മാറ്റിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ സുകുമാരൻ നായർ അടക്കമുള്ള ആളുകൾക്ക് നിലനിൽക്കാൻ കഴിയുന്നത് എന്നടക്കമുള്ള പരാമർശങ്ങളായിരുന്നു MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ചില ആചാരങ്ങൾ, പ്രത്യേകിച്ച് ഈ വൈക്കം സത്യാഗ്രഹം അടക്കമുള്ള കാര്യങ്ങൾ നടത്തി സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടുള്ള സവർണ ജാഥ നടത്തിയ മന്നത്ത് പത്മനാഭൻ നിലവിലുണ്ടായിരുന്ന ആചാരങ്ങളെ മാറ്റണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഇന്ന് ഇപ്പോൾ ആചാരങ്ങൾ മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്നതിനെ വലിയ രീതിയിൽ തന്നെ MV ഗോവിന്ദൻ വിമർശിക്കുകയുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ടുള്ള ഈ CPM നേതാക്കളുടെ അവഹേളനം അത് വീണ്ടും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. MV ഗോവിന്ദൻ ഇന്ന് സമ്മേളന വേദിയിൽ വെച്ച് പറഞ്ഞത് ശരിയായ അർത്ഥം മനസ്സിലാക്കാതെയാണ് സനാതനധർമ്മം എന്ന പദം ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ചാതുർവർണ്ണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ സനാതനധർമ്മം എന്നുകൂടി MV ഗോവിന്ദൻ പരാമർശിക്കുകയുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ കാര്യത്തിൽ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ശരിയായ അർത്ഥത്തിലല്ല സനാതനധർമ്മം ഉപയോഗിക്കപ്പെടുന്നത്, മനുസ്മൃതിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ സനാതനധർമ്മം എന്നടക്കമുള്ള അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ കൂടി MV ഗോവിന്ദൻ നടത്തുകയുണ്ടായിരുന്നു. ശരി, G. സുകുമാരൻ നായർക്കെതിരെ MV ഗോവിന്ദൻ. ആചാരങ്ങൾ മാറ്റാൻ പറ്റില്ലെന്ന് സുകുമാരൻ നായർ പറയുന്നു. പക്ഷേ ആചാരങ്ങൾ മാറ്റിയില്ലെങ്കിൽ മന്നത്ത് പത്മനാഭൻ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ. രാജ്യപുരോഗതിക്ക് നായാടി മുതൽ നസ്രാണി വരെ ഒരുമിക്കണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞത് പുതിയ അഭിപ്രായമല്ലെന്നും SNDP യോഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് കയറാമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നോക്കാതെ ഹിന്ദുക്കൾ ഒരുമിക്കണമെന്നും വെള്ളാപ്പള്ളി ഓർമ്മിപ്പിച്ചു. നായാടി തൊട്ട് നസ്രാണി വരെ
ഇപ്പോഴത്തെ ഐക്യതാണ്. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് കേരള രാഷ്ട്രീയം കൊണ്ടെത്തിച്ചു. മായാടി തൊട്ട് നസ്രാണി ഇവരുടെ കൂട്ടായ്മ വേണമെന്നാണ് ഞങ്ങൾ മൈസൂരിൽ കൂടി യോഗം തീരുമാനിച്ചത്. നസ്രാണിനെ ഒഴിവാക്കുന്നതിൽ കാര്യമില്ല, അവരും കൂടെ വേണം. ഇതൊരു പുതിയ അഭിപ്രായമൊന്നുമല്ല സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത്. പുള്ളി ആ യോഗത്തിൽ ചെറിയൊരു മുഖ്യാവനം പ്രമാണിയാകാനായിട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. ഇതെത്രയോ കൊല്ലങ്ങൾക്കും ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. SNDP യോഗത്തിൻ്റെയും ശാഖകളുടെയും യൂണിയനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ടുണ്ട് കയറണമെന്ന് ഞങ്ങൾ പ്രമേയം പാസാക്കി സർക്കാർ അവർക്ക് പലർക്കും കൊടുത്തിട്ടുണ്ട്. ഹിന്ദുക്കളിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വിഭാഗങ്ങൾ ഈ ഐത്തവും വന്ന് പറഞ്ഞ് അകന്നു നിൽക്കാതെ ഇവരെല്ലാം തന്നെ യോജിച്ചു പോകണമെന്നാണ്. ഷർട്ട് ധരിച്ചുള്ള ക്ഷേത്രപ്രവേശനത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നുവെന്ന് സ്വാമി ചിദാനന്ദപുരി. ഹൈന്ദവ ആചാര വിഷയങ്ങളിൽ അഭിപ്രായം പറയേണ്ട ആവശ്യം മുഖ്യമന്ത്രിക്കില്ല. ആചാരാനുഷ്ഠാനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ അത് നടപ്പാക്കാൻ ആചാര്യന്മാർക്കറിയാം. ഓരോ ക്ഷേത്രത്തിലെയും ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് വേണം അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാനെന്നും സ്വാമി ചിദാനന്ദപുരി ജനം TV-യോട് പറഞ്ഞു. ഓരോ ക്ഷേത്രങ്ങളിലും അവിടുത്തേതായ ആചാരവും അനുഷ്ഠാനവുമുണ്ട്. അത് പാലിച്ചുകൊണ്ടാകണം ക്ഷേത്ര ദർശനം നടത്തുവാനെന്ന് സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. സവിശേഷതയാർന്ന ക്ഷേത്രങ്ങളിൽ സവിശേഷതയാർന്ന ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് ക്ഷേത്രങ്ങളിൽ നിന്നല്ല, ഏത് ആരാധനാ കേന്ദ്രത്തിലും സവിശേഷമായ ആചാര രീതികൾ, അനുഷ്ഠാന രീതികൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പാലിക്കാൻ അവിടെ പോകുന്ന ഏവരും ബാധ്യസ്ഥരാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ പിണറായി വിജയന് ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാം. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് അത് പറയുന്നത് ശരിയല്ല എന്നും സ്വാമി ചിദാനന്ദപുരി കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി പറയേണ്ട വിഷയമല്ല, ശ്രീ പിണറായി വിജയൻ അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം അദ്ദേഹം വ്യക്തിയാണ്. വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിന് പറയാനുള്ള അധികാരമുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഒരു മതത്തിൻ്റെ ആചാരത്തെക്കുറിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ ഒരു നിരപേക്ഷ സമൂഹത്തിൽ അഭികാമ്യമല്ല എന്ന് പറയേണ്ടി വരും. വ്യക്തി എന്ന രീതിയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ഹൈന്ദവ ആചാരങ്ങളിൽ അഭിപ്രായം പറയാനും വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരാനും ആചാര്യന്മാർക്ക് അറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനം, കോഴിക്കോട്. പ്രതിഭ MLA-യുടെ മകൻ ഉൾപ്പെട്ട കഞ്ചാവ് കേസ് പൊതുവേദിയിൽ നിസ്സാരവൽക്കരിച്ച് മന്ത്രി സജി ചെറിയാൻ. കുട്ടികളല്ലേ, കൂട്ടുകൂടി വലിച്ചു കാണും, അത് ഇത്ര വലിയ കാര്യമാണോ എന്നായിരുന്നു ചോദ്യം. കായംകുളത്ത് CPM നേതാവ് S വാസുദേവൻ പിള്ള അനുസ്മരണത്തിലായിരുന്നു പ്രതിഭ MLA-യെ വേദിയിലിരുത്തി മന്ത്രിയുടെ വിവാദ പരാമർശം. ലഹരിക്കെതിരായ പോരാട്ടം മുഖമുദ്രയായി പ്രഖ്യാപിച്ച ഇടത് സർക്കാരിലെ സാംസ്കാരിക മന്ത്രിയുടെ വാക്കുകളാണിത്. പ്രതിഭ MLA-യുടെ മകൻ കനിവിനെ കഞ്ചാവ് കേസിൽ എക്സൈസ് പിടികൂടിയത് വലിയ കാര്യമല്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. കുട്ടനാട് എക്സൈസ് സ്ക്വാഡാണ് തകഴിപ്പാലത്തിനടിയിൽ നിന്ന് MLA-യുടെ മകനെ കഞ്ചാവുമായി പിടികൂടിയത്. കേസ് സംബന്ധിച്ച് എക്സൈസിന്റെ ഔദ്യോഗിക രേഖയും പുറത്തുവന്നു. അതിനുശേഷമാണ് ആരാണ്ട് വന്ന് പിടിച്ചുവെന്ന് പറഞ്ഞ് മന്ത്രി സംഭവത്തെ നിസ്സാരവൽക്കരിച്ചത്. പുകവലിയൊന്നും വലിയ കാര്യമല്ലെന്നും താൻ പുകവലിക്കാറുണ്ടെന്നും പറഞ്ഞ മന്ത്രി MD വാസുദേവൻ നായർ ബീഡി വലിക്കുന്നതും ഉദാഹരണമായി എടുത്തുകാട്ടി. പണ്ട് പഠിച്ച് ജയിലിൽ കിടന്ന് പഠിച്ചത് MD വാസുദേവൻ നായർ ബീഡി വലിക്കുമായിരുന്നു. കെട്ടുകിടക്കുന്ന ബീഡി വലിക്കുന്ന സമയം അടുത്ത സമയം വലിക്കും. കഞ്ചാവ് വലിച്ചതിന് MLA-യുടെ മകനെതിരെ എക്സൈസ് എടുത്ത കേസിനെയും മന്ത്രി ലഘൂകരിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട MLA പറ്റി പറഞ്ഞു, പ്രതിഭയുടെ മോൻ പോളിടെക്നിക് പഠിക്കുക, കുട്ടികൾ കൂട്ടുകൂടത്തില്ലേ, പുക വലിച്ച് FIR എഴുതി, ആയിക്കോട്ടെ, അതിന് ജാമ്യമില്ലാത്ത പോകുന്ന എഴുതുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളല്ല, അവരാരെങ്കിലും വർത്താനം പറഞ്ഞ അവിടെ ഇരുന്നു. നമ്മളാരും പിന്നെ കുഞ്ഞുങ്ങളല്ല അതിലേക്ക് വന്നത്. ഈ ഇരിക്കുന്നവരെ ഓരോരുത്തരും അവരോട് കാണിച്ച പണിയെ കൂട്ടി വെച്ചാൽ എത്ര പുത്തം എഴുതാൻ പറ്റും? എന്തെല്ലാം കൊച്ചു കുട്ടികളല്ലേ, അവർ കമ്പനി അടിക്കും, വർത്താനം പറഞ്ഞ് ചിലപ്പോൾ ഒരു പോ വലിച്ച, അതിനെന്താ വലിച്ച ശരിയാണെന്നല്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ്, അത് വേറെ ഉപേക്ഷിക്കാം. വലിയൊരു മഹാപരാധമാണ്. കായംകുളത്ത് CPM നേതാവ് S വാസുദേവൻ പിള്ള അനുസ്മരണത്തിൽ പ്രതിഭ MLA-യെ വേദിയിലിരുത്തിയാണ് മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസംഗം. കഞ്ചാവ് വലിച്ചതിനെയും പുകവലിയെയും ന്യായീകരിച്ചുള്ള മന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നിട്ടുള്ളത്. ജനം, ആലപ്പുഴ. ഗവർണറുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ള സർക്കാർ നീക്കം തടഞ്ഞ് രാജ്ഭവൻ. തടയിട്ടത് മുൻ ഗവർണറുടെ കാലത്തെ ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ ആളുകളെ വയ്ക്കാനുള്ള ശ്രമത്തെയാണ്. ഉദ്യോഗസ്ഥ മാറ്റത്തിൽ അന്തിമ തീരുമാനം ഗവർണർ സ്വീകരിക്കുമെന്ന് പോലീസിന് കത്ത് നൽകി. രാജ്ഭവനിൽ നിന്ന് ലഭിച്ച കത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥ മാറ്റത്തിനുള്ള ഉത്തരവ് മരവിപ്പിച്ചു.
ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥാനമൊഴിഞ്ഞ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗവർണറായി ചുമതലയേൽക്കുന്നതിനിടയിലായിരുന്നു ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ള സർക്കാർ ഉത്തരവ് പുറത്തു വന്നത്. ഗവർണറുടെ സുരക്ഷാ വലയത്തിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയത്. പകരം പുതിയ ആളുകളെയും നിയമിച്ചു. മുൻ ഗവർണറുടെ വിശ്വസ്തരായിരുന്ന ഈ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പകരം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വേണ്ടപ്പെട്ടവരെ രാജ്ഭവനിലേക്ക് നിയോഗിക്കാനായിരുന്നു നീക്കം. പിന്നാലെയാണ് ഉത്തരവ് മരവിപ്പിക്കാൻ ആവശ്യപ്പെട്ട് രാജ്ഭവൻ പോലീസ് മേധാവിയുടെ ചുമതല വഹിക്കുന്ന ADGP മനോജ് എബ്രഹാമിന് കത്ത് നൽകിയത്. ഉദ്യോഗസ്ഥ മാറ്റമടക്കമുള്ള കാര്യങ്ങളിൽ ഗവർണർ തീരുമാനമെടുക്കുമെന്നായിരുന്നു രാജ്ഭവന്റെ അറിയിപ്പ്. കത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥ മാറ്റത്തിനായി പുറത്തിറക്കിയ ഉത്തരവ് പോലീസ് ആസ്ഥാനത്ത് നിന്നും മരവിപ്പിച്ചു. ചുമതല ഏറ്റെടുത്ത ആദ്യ ദിനത്തിൽ തന്നെ സർക്കാരിന്റെ നീക്കം തടുത്ത് വ്യക്തമായ സന്ദേശം കൂടിയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നൽകുന്നത്. ജനം, തിരുവനന്തപുരം. വീർ സവർക്കറെ അപമാനിച്ച് വീണ്ടും കോൺഗ്രസ്. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിൽ തുടങ്ങുന്ന പുതിയ കോളേജിന് സവർക്കറുടെ പേര് നൽകിയതിനെതിരെ NSU രംഗത്തെത്തി. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുന്ന കോളേജിന് മൻമോഹൻ സിംഗിന്റെ പേര് നൽകണമെന്നാണ് NSUIയുടെ ആവശ്യം. ബംഗബന്ധു മുജീബുർ റഹ്മാൻ രാഷ്ട്രപിതാവല്ലെന്ന് ബംഗ്ലാദേശ് സർക്കാർ. ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും രാഷ്ട്രപിതാവെന്ന പരാമർശം നീക്കി. സ്വതന്ത്ര പ്രഖ്യാപനം നടത്തിയത് സിയാവുർ റഹ്മാനെന്നും പുതിയ പാഠപുസ്തകങ്ങളിൽ കരിക്കുലം കമ്മിറ്റി തിരുത്തി എഴുതി. ചരിത്രം തിരുത്തിയെഴുതാനുള്ള ബംഗ്ലാദേശ് സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമായാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ രാഷ്ട്രപിതാവല്ലെന്ന പ്രഖ്യാപനം വരുന്നത്. മുജീബുർ റഹ്മാൻ രാഷ്ട്രപിതാവെന്ന പരാമർശം സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും പൂർണ്ണമായി നീക്കി. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് സിയാവുർ റഹ്മാൻ എന്നും സ്കൂൾ ചരിത്ര പുസ്തകങ്ങളിൽ തിരുത്തൽ വരുത്തിയിട്ടുണ്ട്. സെക്കൻഡറി, ഹയർ സെക്കൻഡറി ക്ലാസുകളിലെ ചരിത്ര പുസ്തകങ്ങളിൽ ഉൾപ്പെടെയാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. 1971 മാർച്ച് 26 സിയാവുർ റഹ്മാൻ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്നാണ് പുതിയ പാഠപുസ്തകങ്ങളിൽ എഴുതി ചേർത്തിരിക്കുന്നത്. മാർച്ച് 27 മുജീബുർ റഹ്മാന് വേണ്ടി തയ്യാറാക്കിയ പ്രസ്താവന സിയാവുർ റഹ്മാൻ വീണ്ടും വായിക്കുകയായിരുന്നുവെന്നും പാഠപുസ്തകങ്ങളിൽ പറയുന്നു. നാഷണൽ കരിക്കുലം ആൻഡ് ടെക്സ്റ്റ് ബുക്ക് ബോർഡ് ചെയർമാൻ AKM റീസുൽ ഹസനെ ഉദ്ധരിച്ചാണ് മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. തെറ്റായ ചരിത്ര വ്യാഖ്യാനങ്ങളിൽ നിന്നും പാഠപുസ്തകങ്ങളെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് തങ്ങൾക്കുള്ളതെന്നും ബോർഡ് അംഗങ്ങൾ പറയുന്നു. നേരത്തെ മുജീബുർ റഹ്മാന്റെ ചിത്രം കറൻസി നോട്ടുകളിൽ നിന്നും നീക്കാൻ ബംഗ്ലാദേശ് നടപടി സ്വീകരിച്ചിരുന്നു. ബംഗ്ലാദേശിന്റെ ചരിത്രം പൂർണ്ണമായും തിരുത്തിയെഴുതാനുള്ള നീക്കമാണ് അണിയറയിൽ നടക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. അമേരിക്കയിലെ ലാസ് വേഗാസ് ട്രംപ് ഹോട്ടലിന് മുന്നിലെ ടെസ്ല ട്രക്ക് സ്ഫോടനം നടത്തിയത് US സ്പെഷ്യൽ ഫോഴ്സ് സൈനികൻ. കൊളറാഡോ സ്വദേശിയായ മാത്യു അല്ലൻ ലിവസ്ബർഗർ ആണ് കാർ ഓടിച്ചിരുന്നത്. ആക്രമണത്തിന് മുൻപ് ഇയാൾ സ്വയം വെടിവെച്ചെന്നും പോലീസ് പറഞ്ഞു. ഇന്നലെ നടന്ന ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേറ്റിരുന്നു. കാർ ഓടിച്ചിരുന്ന മാത്യു അലൻ ലിവൽസ്ബർഗർ സംഭവത്തിൽ കൊല്ലപ്പെട്ടു. US സ്പെഷ്യൽ ഫോഴ്സ് അംഗമാണ് മരിച്ച ലിവൽസ്ബർഗർ. ഇന്നലെ വാഹനം പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് ഇയാൾ സ്വയം വെടിവെച്ചതായും പോലീസ് പറയുന്നു. ലാസ് വേഗസിലെ ട്രംപിന്റെ ഹോട്ടലിന് മുന്നിലാണ് സ്ഫോടനമുണ്ടായത്. ഇന്നലെ ന്യൂ ഓർലൻസിൽ നടന്ന ആക്രമണവുമായി സംഭവത്തിന് ബന്ധമുണ്ടെന്ന സൂചനയുണ്ടായിരുന്നു. 2 ആക്രമണങ്ങൾ നടത്തിയതും ഒരേയിടത്തു നിന്നും വാടകയ്ക്കെടുത്ത വാഹനങ്ങൾ ഉപയോഗിച്ചായിരുന്നു. എന്നാൽ ട്രംപ് ഹോട്ടലിൽ മുന്നിലെ പൊട്ടിത്തെറിയിൽ ദുരൂഹതയില്ലെന്ന് FBI അറിയിച്ചു. പൊട്ടിത്തെറിച്ച വാഹനത്തിൽ നിന്നും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിരുന്നു. അപകടത്തിൽ പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ന്യൂ ഓർലൻസ് ആക്രമണം നടത്തിയ IS ഭീകരൻ ലക്ഷ്യം വെച്ചത് വൻ സ്ഫോടനം. കാർ ഓടിച്ചു കയറ്റുന്നതിന് മുൻപ് 2 ഇടങ്ങളിൽ ഇയാൾ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചു. ഇയാൾ ഒറ്റയ്ക്കാണ് സ്ഫോടനം നടത്തിയതെന്ന് FBI അറിയിച്ചു. ആക്രമണം നടന്ന ബോർബോൺ തെരുവ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. 14 പേരാണ് ഇന്നലെ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഭീകരാക്രമണം നടന്ന അമേരിക്ക ന്യൂ ഓർലൻസിലെ ബോർബോൺ തെരുവ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ഇന്നലെ IS ഭീകരൻ ജനങ്ങൾക്കിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റിയത് ഈ തെരുവിലേക്കാണ്. ആക്രമി ഷംസുദ്ദീൻ ജബ്ബാർ ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്നും ഇയാൾക്ക് മറ്റാരുടെയും പിന്തുണ ഉണ്ടായിട്ടില്ലെന്നും FBI കണ്ടെത്തിയിരുന്നു. ആക്രമണം നടത്തുന്നതിന് മുമ്പ് ചിലയിടങ്ങളിൽ ഇയാൾ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചതായും FBI അറിയിക്കുന്നുണ്ട്. തുടർന്ന് ISന് പിന്തുണ പ്രഖ്യാപിച്ച വീഡിയോയും സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. ഇയാൾ ഓടിച്ച വാഹനത്തിൽ നിന്നും സ്ഫോടക വസ്തുക്കളും ISന്റെ പതാകയും കണ്ടെത്തിയിരുന്നു. ലാസ് വെഗാസ് ട്രംപ് ഹോട്ടലിന് മുമ്പിൽ ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച സംഭവത്തിൽ അക്രമിക്ക് നേരിട്ട് പങ്കില്ലെന്നും FBI അറിയിച്ചു. ആക്രമണം നടത്തിയ ഷംസുദ്ദീൻ ജബ്ബാർ മുൻ US സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ ഉൾപ്പെടെ ഇയാൾ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇക്കാലയളവിലാണ് ISുമായി ഇയാൾ അടുക്കുന്നത്. തുടർന്നാണ് അമേരിക്കയിൽ ആക്രമണങ്ങൾ നടത്താൻ നീക്കങ്ങൾ ആരംഭിച്ചതും.
ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഡൽഹിയിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നു. തത്സമയം. विश्व में भारत की अंतर्राष्ट्रीय छवि को और सशक्त करने का वर्ष होगा। ये वर्ष भारत को दुनिया का बड़ा मैन्युफैक्चरिंग हब बनाने का वर्ष होगा। ये वर्ष युवाओं को नए स्टार्टअप और एंटरप्रेन्योरशिप में तेजी से आगे बढ़ाने का वर्ष होगा। विमेन लेड डेवलपमेंट के हमारे मंत्र को नई ऊंचाई देने का वर्ष होगा। ये वर्ष ईज ऑफ लिविंग बढ़ाने, क्वालिटी ऑफ लाइफ बढ़ाने का वर्ष होगा। आज का ये कार्यक्रम भी इसी संकल्प का एक हिस्सा है। साथियों, आज जिन परियोजनाओं का शिलान्यास और लोकार्पण हुआ है, उनमें गरीबों के घर है, स्कूल और कॉलेज से जुड़े प्रोजेक्ट्स हैं। मैं आप सभी को बहुत बहुत बधाई देता हूं। विशेष रूप से मैं उन साथियों को, उन माताओं बहनों को बधाई देता हूं जिनकी एक तरह से अब नई जिंदगी शुरू हो रही है। झुग्गी की जगह पक्का घर, किराए के घर की जगह अपना घर, ये नई शुरुआत ही तो है। जिनको ये घर मिले हैं, ये उनके स्वाभिमान का घर है, ये आत्मसम्मान का घर है, ये नई आशाओं, नए सपनों का घर है। मैं आप सभी की खुशियों में आपके उत्सव का हिस्सा बनने ही आज यहां आया हूं। और आज जब यहां आया हूं तो काफी पुरानी यादें ताजा होना बहुत स्वाभाविक है। आप में से शायद कुछ लोगों को पता होगा, जब आपातकाल का समय था, देश इंदिरा गांधी के तानाशाही रवैये के खिलाफ लड़ाई लड़ रहा था। इमरजेंसी के खिलाफ एक लड़ाई चल रही थी। उस समय मेरे जैसे बहुत साथी अंडरग्राउंड मूवमेंट का हिस्सा थे और उस समय ये अशोक विहार मेरा रहने का स्थान हुआ करता था। और इसलिए आज अशोक विहार में आते ही बहुत सारी पुरानी यादें ताजा होना बहुत स्वाभाविक है। साथियों, आज पूरा देश विकसित भारत के निर्माण में जुटा है। विकसित भारत में देश के हर नागरिक के पास
पक्की छत हो, अच्छे घर हो, ये संकल्प लेकर हम काम कर रहे हैं। इस संकल्प की सिद्धि में दिल्ली का बहुत बड़ा रोल है। इसलिए भाजपा की केंद्र सरकार ने झुग्गियों की जगह पक्का घर बनाने का अभियान शुरू किया। 2 साल पहले भी मुझे कालकाजी एक्सटेंशन में झुग्गियों में रहने वाले भाई बहनों के लिए 3000 से अधिक घरों के शुभारंभ का अवसर मिला था। वो परिवार जिनके अनेक पीढ़ियां सिर्फ झुग्गियों में ही रही, जिनके सामने कोई उम्मीद नहीं थी, वे पहली बार पक्के घरों में पहुंच रहे हैं। तब मैंने कहा था कि ये तो अभी शुरुआत है। आज यहां और 1500 घरों की चाबी लोगों को दी गई है। ये स्वाभिमान अपार्टमेंट्स गरीबों के स्वाभिमान को, उनकी गरिमा को बढ़ाने वाले हैं। थोड़ी देर पहले जब कुछ लाभार्थियों से मेरी बातचीत हुई तो मैं यही एहसास उनके भीतर देख रहा था। मैं नया उत्साह, नई ऊर्जा अनुभव कर रहा था। और वहां मुझे कुछ बालक बालिकाओं से भी मिलने का मौका मिला। ऐसा लग रहा था कि वह स्वाभिमान अपार्टमेंट की ऊंचाई जो है ना, उससे भी ऊंचे उनके सपने में देख रहा था। और साथियों, इन घरों के मालिक भले ही दिल्ली के अलग अलग लोग हों, लेकिन ये सब के सब मेरे परिवार के ही सदस्य हैं। साथियों, देश भली भांति जानता है कि मोदी ने कभी अपने लिए घर नहीं बनाया। लेकिन बीते 10 वर्षों में 4 करोड़ से अधिक गरीबों के घर, उनका सपना पूरा किया है। मैं भी कोई शीश महल बना सकता था, लेकिन मेरे लिए तो मेरे देशवासियों को पक्का घर मिले, यही एक सपना था। ഡൽഹിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ബ്രിട്ടനിലും മുസ്ലിം പ്രീണന രാഷ്ട്രീയം നടപ്പാക്കുന്നതായി ആരോപണം. 1400-ലേറെ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ ദേശീയ ഏജൻസികളുടെ അന്വേഷണം ലേബർ പാർട്ടി സർക്കാർ തള്ളിയിരുന്നു. പാകിസ്ഥാനികൾക്കെതിരായ നടപടിയായതിനാലാണ് ലേബർ പാർട്ടി പ്രീണന നയം സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം.
ബ്രിട്ടനിൽ ഭരണകക്ഷിയായ ലേബർ പാർട്ടി മുസ്ലിം പ്രീണന വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടപ്പാക്കുന്നതായാണ് ആരോപണമുയരുന്നത്. ലൈംഗികാതിക്രമങ്ങൾ നടത്തിയ പാകിസ്ഥാൻ വംശജർക്കെതിരെ നടപടികളിൽ വീഴ്ച വരുത്തുന്നു എന്നാണ് ആരോപണം. ഭരണകക്ഷിയായ ലേബർ പാർട്ടിക്കെതിരെ കൺസർവേറ്റീവുകൾ രൂക്ഷ വിമർശനമാണ് ഉയർത്തുന്നത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവങ്ങളിൽ ദേശീയതല അന്വേഷണം വേണമെന്ന ആവശ്യം പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ തള്ളി. ഓൾഡ്ഹാം, റോത്തർഹാം, ടെൽഫോർഡ് എന്നിവിടങ്ങളിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 1400-ലേറെ പെൺകുട്ടികളാണ് ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടത്. Children were picked up from outside school gates. Teachers knew. Pastoral teams went looking for children and picked them up from houses. And these are 14-year-old girls, white girls, 14-year-old working class, from houses with Asian men, men in their 30s, 40s, 50s. There's statutory safeguarding protocols that should have been followed. All of that went by the wayside. Of course, the classic takeaways and the nighttime economy went, but it was organised. It was organised. Shabir Ahmed, the ringleader of the Rochdale grooming gang, worked out of a community centre. ആക്രമിച്ച സംഘത്തിൽ പ്രധാനമായും പാകിസ്ഥാനി വംശജരാണ്. ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. ഇക്കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വിഷയം ചർച്ചയാവുകയും ഇലോൺ മസ്ക്, ഹാരി പോട്ടർ സീരീസ് കഥാകാരി JK റൗളിംഗ് തുടങ്ങിയവർ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധവുമായി എത്തുകയും ചെയ്തു. 2022 സംഭവത്തിൽ ദേശീയ അന്വേഷണം വേണമെന്ന് ലേബർ പാർട്ടി പോലും ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടിയതിനു ശേഷം ലേബർ പാർട്ടി നിലപാട് മാറ്റുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാറിനെതിരെ ഉള്ളിയേരിയിൽ പോസ്റ്ററുകൾ. പ്രവീണിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുന്നതാണ് പോസ്റ്റർ. പ്രവർത്തകരെ പുറത്താക്കി ഗിന്നസ് റെക്കോർഡ് നേടാൻ ശ്രമിക്കുന്നുവെന്നാണ് വിമർശനം. പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാതെ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നും പോസ്റ്ററിൽ ആരോപിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറി മറനീക്കി പുറത്തു വരികയാണ്. ഇന്ന് രാവിലെയാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാറിനെ രൂക്ഷമായി വിമർശിച്ച് ഉള്ളിയേരിയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രവർത്തകരെ പുറത്താക്കിയെന്ന ഗിന്നസ് റെക്കോർഡ് നേടാനാണ് പ്രവീൺകുമാർ ശ്രമിക്കുന്നതെന്ന് പോസ്റ്ററിൽ ആരോപിക്കുന്നു. പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നില്ല. പകരം പക്ഷപാതപരമായാണ് DCC പ്രസിഡന്റ് പെരുമാറുന്നത്. അധികാര ദുർവിനിയോഗം നടത്തി പാർട്ടിയെ നശിപ്പിച്ചു. DCC പ്രസിഡന്റിന്റെ ഈ നയം അംഗീകരിക്കാൻ കഴിയില്ല. പ്രവീൺകുമാർ എവിടെ മത്സരിച്ചാലും തോൽപ്പിക്കുമെന്നും പോസ്റ്ററിൽ വെല്ലുവിളിക്കുന്നു. സേവ് കോൺഗ്രസ് ഉള്ളേരി എന്ന പേരിലാണ് പോസ്റ്റർ. ജനം, കോഴിക്കോട്. കെയറീപ്പ് സോഫ്റ്റ്വെയറിന്റെ മറവിൽ കണ്ണൂർ സർവകലാശാലയിലെ കോളേജിൽ വ്യാജ കോഴ്സിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകിയെന്ന് ചാൻസലർക്ക് പരാതി. VCയും രജിസ്ട്രാറും ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ചാൻസലർ കൂടിയായ ഗവർണർ ഗജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന് പരാതി നൽകിയത്. കണ്ണൂർ സർവകലാശാലയിൽ നടക്കുന്ന ക്രമക്കേടുകൾ സംബന്ധിച്ച് അടിയന്തരമായി അന്വേഷിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് ചാൻസലർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. അംഗീകാരമില്ലാത്ത കോഴ്സിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ കെയറീപ്പ് സോഫ്റ്റ്വെയർ വഴി പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തു. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഫലം കെയറീപ്പ് വഴി പുറത്തുവന്നുവെന്നും അംഗീകാരമില്ലാത്ത കോഴ്സിന്റെ പരീക്ഷാഫലം ഔദ്യോഗികമായി സർവകലാശാല തന്നെ പ്രസിദ്ധീകരിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. ഗുരുതരമായ ചില സാമ്പത്തിക ഇടപാടുകൾ കെയറീപ്പ് സോഫ്റ്റ്വെയർ മറയാക്കിയുള്ള ഈ വ്യാജ കോഴ്സിലുള്ള അഡ്മിഷൻ വിഷയത്തിൽ നടന്നതായും സംശയിക്കുന്നു. ഇതിലൂടെ കെയറീപ്പ് സോഫ്റ്റ്വെയറിന്റെ നിലവാരവും വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും പരാതിയിൽ പറയുന്നു. ഈ പശ്ചാത്തലത്തിൽ കൃത്യമായി അന്വേഷിച്ച് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. ജനം, കണ്ണൂർ. വഖഫ് ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷന്റെ മുനമ്പം സന്ദർശനം നാളെ. മുനമ്പത്തെ ഭൂവുടമകളെ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ നേരിട്ട് കാണും. സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികളും വിലയിരുത്തും. മുനമ്പത്തെ വഖഫ് ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ട ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ ഔദ്യോഗികമായി നാളെ സ്ഥലം സന്ദർശിക്കും. സമരസമിതിക്കാരെയും ഭൂവുടമകളെയും പാരിഷ് ഹാളിൽ വെച്ച് കാണും. വഖഫ് അവകാശവാദം ഉന്നയിച്ച സ്ഥലത്തിന്റെ കിടപ്പും അതിർത്തിയും അടക്കം പരിശോധിക്കും. ജുഡീഷ്യൽ കമ്മീഷനൊപ്പം റവന്യൂ അധികൃതരുമുണ്ടാകും. മുനമ്പം ജനതയ്ക്കെതിരായ വഖഫ് ബോർഡ് പ്രചരണങ്ങൾ തെറ്റാണെന്ന് ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ സമരസമിതി വ്യക്തമാക്കും. ജുഡീഷ്യൽ കമ്മീഷൻ മുനമ്പത്തെത്തുമ്പോൾ പരമാവധി വീടുകളും സാഹചര്യങ്ങളും നേരിട്ട് കാണിക്കാൻ ഒരുങ്ങുകയാണ് സമരസമിതി. റിസോർട്ട് മാഫിയയാണ് സമരത്തിന് പിന്നിലെന്ന വ്യാജ
പ്രചരണം ആസൂത്രിതമായി നടത്തുന്നുവെന്നാണ് സമരസമിതിയുടെ ആക്ഷേപം. ഇതിനിടെ മുനമ്പം തീരദേശ ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം 82ാം ദിവസം പിന്നിടുകയാണ്. ജനം, കൊച്ചി. മലങ്കര സഭാ കേസിൽ സഭ സമാധാനത്തിന് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറെന്ന് ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ. നീതിയിൽ അടിസ്ഥാനമായ വിട്ടുവീഴ്ചകൾക്ക് മലങ്കര സഭ തയ്യാറാണ്. സുപ്രീം കോടതി വിധി രാജ്യത്തിൻ്റെ നിയമമാണെന്നും അത് അംഗീകരിച്ചാൽ ഉചിതമായ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറെന്നും ബാവ പറഞ്ഞു. ഇവിടെ അടിസ്ഥാനത്തിലുള്ള സമാധാനം അതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. അന്നും ഇന്നും എന്നും എല്ലാ സഭാസ്നേഹികളും രാഷ്ട്രീയക്കാരും ഒക്കെ പറയുന്ന ഒന്നാണ്, എങ്ങനെയെങ്കിലും മലങ്കര സഭയിൽ സമാധാനം ഉണ്ടാകണം, എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകണം. ഇന്നലെയും വന്നു രാഷ്ട്രീയക്കാർ ചിലരൊക്കെ എന്നെ കാണുക, എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകണം. ഞാനവരോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകുവാൻ തയ്യാറാണ്, കോടതി വിധി അംഗീകരിച്ചാൽ മതി. കോടതി വിധി അംഗീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകാം. കോടതി വിധി അംഗീകരിക്കുന്നില്ലെങ്കിൽ ഒരു തരത്തിലും സമാധാനം ഉണ്ടാവുകയുമില്ല. അതാണ് അടിസ്ഥാന തത്വം. ഇനിയൊരു കായിക വാർത്തയാണ്. സിഡ്നി ടെസ്റ്റിലും തകർന്നടിഞ്ഞ് ടീം ഇന്ത്യ. ഒന്നാം ഇന്നിംഗ്സിൽ 185 റൺസിന് ഓൾ ഔട്ടായി. 40 റൺസ് എടുത്ത ഋഷഭ് പന്താണ് ടോപ്പ് സ്കോറർ. രവീന്ദ്ര ജഡേജ 26, ശുഭ്മാൻ ഗിൽ 20, ജസ്പ്രീത് ബൂംറ 22 റൺസ് എടുത്ത് പുറത്തായി. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി സ്കോട്ട് ബോളണ്ട് 4, മിച്ചൽ സ്റ്റാർക്ക് 3, പാറ്റ് കമ്മിൻസ് 2 വിക്കറ്റുകൾ വീഴ്ത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയയുടെ തുടക്കവും നന്നായില്ല. 2 റൺസ് എടുത്ത ഉസ്മാൻ ഖവാജിയെ ബുംറ പുറത്താക്കി. 1 വിക്കറ്റ് നഷ്ടത്തിൽ 9 റൺസ് എന്ന നിലയിലാണ് ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ. വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.